ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വൻപയർ ഉലർത്തിയതാണ് നമ്മുടെ റെസിപ്പി. ഞാനിവിടെ 1 കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. രാവിലെ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വൻപയർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് രാത്രിയിൽ കുതിർത്ത് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ കുതിർത്ത് വെച്ചിട്ട് വേവിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇത് പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവുമാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. പ്രഷറൊക്കെ നന്നായിട്ട് പോയതിനു ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ. ഞാനിപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതാവും നല്ലത്. ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാളയുടെ പകുതിയാണ് ചേർത്തത്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 10-12 ചെറിയ ഉള്ളി ചേർക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർക്കുന്നത്. ഇത് ചെറിയ 5 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇനി വെളുത്തുള്ളിയുടെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ചതച്ച മുളകാണ്. 2.5 ടീസ്പൂൺ ചതച്ച മുളക് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ഈ മുളകിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ മുളക് ചേർത്ത ശേഷം നല്ലതുപോലെ അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് അത് മൂത്ത് വന്ന ശേഷം മാത്രമേ പയർ ചേർക്കാവൂ. മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് ചെറിയ തീയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലല്പം ഈർപ്പമുണ്ട്. അതൊക്കെ നന്നായിട്ട് മാറിയ ശേഷം ഇത് ഡ്രൈ ആക്കി എടുക്കണം. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വൻപയർ ഉലർത്തിയതാണിത്. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ റെസിപ്പിയാണ്. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓണം റെസിപ്പികളുടെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ നാടൻ പയർ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.